നമസ്കാരം, SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്തായാലും KC വേണുഗോപാലിന് നല്ല കയ്യിൽ നല്ല ഒന്നാന്തരം ഒരു വടി കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് ആ വടി എന്ന് ചോദിച്ചാൽ, ഇതുവരെ തൻ്റെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ശത്രുസ്ഥാനീയനായ, അതായത് പ്രഖ്യാപിത ശത്രു എന്ന് വേണേൽ പറയാം, പ്രഖ്യാപിത ശത്രുവായി നിൽക്കുന്ന VD സതീശൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയെ തലങ്ങും വിലങ്ങും പൂശാൻ അതിനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, VD സതീശൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഏകപക്ഷീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒറ്റ ഉദാഹരണമേ ഉള്ളൂ. നമുക്ക് മദ്യത്തിൻ്റെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട്, അതായത് നികുതി കുറയ്ക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് നമുക്കറിയാം ബക്കാടി എന്ന് പറയുന്ന ഒരു കർണാടക ലോബിയുടെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ മദ്യത്തിനാണ്, അതായത് 10%, 20% മദ്യത്തിന് വീര്യമുണ്ടല്ലോ. അപ്പോൾ 10% വീര്യമുള്ള മദ്യത്തിന് ഉള്ള തീരുവ കുറച്ചിരിക്കുന്നു. 120%, 251 നിന്ന് 120% കുറച്ചു. സ്വാഭാവികമായും മദ്യത്തിൻ്റെ വില കുറയും. റെഡി ടു ഡ്രിങ്ക് എന്നുള്ള പേരിൽ ഈ മദ്യം ധാരാളമായി കേരളത്തിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ ഈ മദ്യം, അത്രയും വില കുറയുന്ന ഈ ഒരു മദ്യം നമുക്ക് വളരെ എളുപ്പത്തിൽ, എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ജവാൻ എന്ന് പറയുന്ന മദ്യത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ താല്പര്യത്തോടുകൂടി മദ്യപിക്കാൻ വേണ്ടി വാങ്ങിയിരുന്നത്? വിലക്കുറവ് തന്നെ. പക്ഷേ അത് കേരളത്തിൻ്റെ ഇവിടെ ഉണ്ടാക്കി, ഡിസ്റ്റിലറിയിൽ നിന്ന് ഉണ്ടാക്കി എടുക്കുന്ന ഒന്നാണ് ജവാൻ. അപ്പോൾ ജവാൻ എന്ന് പറയുന്ന മദ്യത്തിന് പ്രിയം കൂടി. കാരണം വിലക്കുറവാണ്. മദ്യപന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിലയിൽ കൈ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതിനേക്കാട്ടിൽ ഇപ്പം 120%-ലേക്ക് കുറയുമ്പോൾ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര രൂപയ്ക്കായിരിക്കും നമുക്ക് നമ്മുടെ ബിവറേജ് ഷോപ്പുകളിൽ നിന്ന് ഈ മദ്യം ലഭിക്കുക? റെഡി ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്ന ഈ മദ്യം നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക്, അത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും വാങ്ങിയിട്ട് അവിടെ നിന്ന് അടിച്ചിട്ട് നേരെ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയിരിക്കാം. രാവിലെ എന്തായാലും 9 മണിക്ക് ബിവറേജ് തുറക്കും. രാവിലെ അവിടെ ചെന്ന് പറഞ്ഞാൽ എടുത്ത് അടിച്ചിട്ട് നേരെ ക്ലാസ്സിലും പോയിരിക്കാവുന്ന ഒരു വളരെ ലളിതമായ സാഹചര്യം ഉണ്ടാവും. ഇവിടെ മറ്റൊരു മന്ത്രി തൂഫാൻ എന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ഓടിക്കൊണ്ടിരിക്കുക. പേരറിയാം, രമേശ് ചെന്നിത്തല. എന്താ? കേരളത്തെ ലഹരി മുക്തമാക്കണം, കേരളത്തിൽ നിന്ന് ലഹരി തുടച്ചു നീക്കണം. അപ്പം കഞ്ചാവ് അളിയന്മാരെ പിടിക്കുന്നുണ്ട്, MDMA-ക്കാരെ, മറ്റേ അവർ ഉണ്ടല്ലോ, മറ്റേ LSD അങ്ങനെയൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരെ പിടിക്കാനും ഇതിൻ്റെ വ്യാപനം നമ്മുടെ കേരളത്തിൽ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് ഈ രാപ്പകൽ അധ്വാനിക്കുകയാണ് നമ്മുടെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി. എന്നാൽ ഇവിടെ മറ്റൊരു വശത്തുകൂടി എക്സൈസ് വകുപ്പ് മന്ത്രിയായ M. ലിജു എന്ന് പറയുന്ന കായംകുളത്തുകാരനെ വെറും വട്ടപൂജ്യമാക്കിക്കൊണ്ട് അങ്ങേര് പോലും അറിയാതെ സ്വന്തമായി തീരുമാനമെടുത്തു നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ യുവതയ്ക്ക് ഈ പറയുന്ന മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അവർക്ക് സംശുദ്ധമായ മദ്യം ഇറക്കി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ തീരുവ കുറയ്ക്കുന്ന മദ്യം കേരളത്തിലേക്ക് വരികയും നമ്മുടെ ആളുകൾ പരമാവധി ഈ മദ്യം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ലാഭം കിട്ടുന്നത് സംസ്ഥാന സർക്കാരിനല്ല, മറിച്ച് ലാഭമുണ്ടാകുക ബക്കാടി പോലെയുള്ള ഈ പറയുന്ന കർണാടകയിലെ വലിയ മദ്യലോബിക്കാണ്. സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ ഇതിനെതിരായി VM സുധീരൻ എന്ന് പറയുന്നൊരു നേതാവ് കത്തയച്ചു. ആ കത്തിൻ്റെ ഒരു കോപ്പി നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർക്കും അതുപോടൊപ്പം M. ലിജുവിനും അയച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ കേരളത്തിലെ മദ്യപന്മാരാക്കി മാറ്റുന്ന ഒരു രീതിയാണ്. അപ്പം ഈ VM സുധീരന് ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ ധാതുക്കൾ വിൽക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യ വ്യക്തികൾക്ക് നമ്മുടെ കടപ്പുറത്തിൻ്റെ ധാതുക്കൾ വിൽക്കാൻ വേണ്ടി കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ബഡ്ജറ്റ് ഉണ്ടാക്കിയില്ലേ? ഈ ബഡ്ജറ്റ് ഉണ്ടാക്കിയതിനെതിരെ പണ്ട് കരിമണൽ ഖനനത്തിനെതിരായി സംസാരിച്ചൊരു വ്യക്തിയാണ് അന്ന് KPC അധ്യക്ഷനായിരുന്ന VM സുധീരൻ. ആ VM സുധീരൻ ഇദ്ദേഹത്തിന് കത്തെഴുതി. VD സതീശന് തെറ്റായ സമീപനമാണ്. M. ലിജു കത്തെഴുതാൻ പോകുന്നു, തെറ്റായി പോയി കാണിച്ചത്, കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു, നേരിട്ട് പരാതി പറയാൻ. കാരണം എന്തിനാണ് പിന്നെ എക്സൈസ് വകുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്തിനാണ് എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ഒരാളെ പിടിച്ച് അവിടെ അവരോധിച്ച് വെച്ചിരിക്കുന്നത്? ആർക്ക് കാണാനാണ്? അതോ പിന്നെ എല്ലാ ബാർ തോറും കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടാണോ വെറും ഒരു മന്ത്രി അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? അതോ പിന്നെ VD സതീശൻ എന്ന് പറയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി പറയുമ്പോൾ അവരെ കണ്ടിട്ട് ഈ പറയുന്ന കൈക്കൂലി മേടിക്കാൻ വേണ്ടിയിട്ടാണോ ഒരു എക്സൈസ് വകുപ്പ് മന്ത്രി ഉള്ളത്? അല്ലല്ലോ. മദ്യനയം രൂപീകരിക്കുമ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ഒരു മന്ത്രിയുമായി ആലോചന നടത്തേണ്ടതല്ലേ? അല്ലേ? സ്വാഭാവികമായും. എന്നാൽ അങ്ങനെ ഒരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല എന്ന് M. ലിജു തന്നെ സമ്മതിക്കുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു മന്ത്രി അവിടെ കൊണ്ടുവരുന്നു, എന്നിട്ട് സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു, സ്വന്തമായി കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. ഇത് ഏകാധിപത്യ പ്രവണതയല്ലേ? തീർച്ചയായും അതെ. ഇപ്പോൾ കരിമണൽ ഖനനം CMRL എക്സാലോജിക്കുമായി കൈ കൊടുത്തതിനെ കുറിച്ച് മാത്രമല്ലേ നമ്മുടെ കേരളത്തിൽ ചർച്ച നടക്കുന്നുള്ളൂ? അതല്ലേ കാര്യം? വീണ ടി എന്ന് പറയുന്ന വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകൾ
ഇവിടെ അഴിമതി കാണിച്ചു. കാര്യം എന്താ, 1,72,00,000 രൂപയുടെ അഴിമതി കാണിച്ചിരിക്കുന്നു CMRലുമായി ചേർന്നിട്ട്. അതേസമയം 40 കോടിക്ക് മുകളിൽ മേടിച്ചിട്ടുള്ള പിന്നെ ഇവിടുത്തെ കോൺഗ്രസിന്റെ UDF നേതാക്കന്മാർക്കെതിരെ ആരും സംസാരിക്കുന്നില്ല. വിരോധാഭാസം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് വീണ തൈക്കണ്ടിയിൽ മാത്രം ഇവിടെ കുറ്റം ചാർത്തപ്പെട്ട ഒരാളായി മാറുന്നത്? മാധ്യമങ്ങൾ വീണയ്ക്ക് കുരുക്ക് മുറുകുന്നു. എവിടെയാണ് മുറുകുന്നത്? എന്നിട്ട് മുറുകി ശ്വാസം മുട്ടി വീണാറ്റി എന്ത് ചെയ്തു? അപ്പോൾ ഇങ്ങനെ വീണ വിജയനെതിരെ എന്താ, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ മകളായതുകൊണ്ടാണ്. അതിനേക്കാൾ കോടിക്കണക്കിന് രൂപ മേടിച്ചിരിക്കുന്ന രമേശ് ചെന്നിത്തലയുണ്ട്. നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, അങ്ങനെ പലരുമുണ്ട്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരുടെ പേരുണ്ടെന്നേ ഈ പറയുന്ന കരിമണൽ കർത്തയുടെ, ശശിധരൻ കർത്തയുടെ ഡയറിക്കുള്ളിൽ. എന്നിട്ടെന്തേ അവരെ ആരും ചൂണ്ടുന്നില്ല? അപ്പോൾ അവരുടെ ലക്ഷ്യം പിണറായി വിജയൻ്റെ മകളുമാണ് എന്ന് വ്യക്തമാണ്. അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ അന്ന് ആ നിലപാട് എടുത്ത ഒരാൾ VM സുധീരനാണ്. അപ്പോൾ ഇത് ഒരു പിന്നെ രാജ്യത്തിൻ്റെ ദേശീയ നിലപാട്, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ദേശീയ നിലപാടായി ഈ പറയുന്ന മണൽ ഖനനം, കരിമണൽ ഖനനം നിലനിൽക്കുന്നു. അപ്പോൾ ദേശീയ തലത്തിലും കേരളത്തിൽ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നിലപാട് ഇതാണെങ്കിൽ തന്നെയും ഈ പറയുന്ന കരിമണൽ ലോബിക്ക്, അല്ലെങ്കിൽ ചില പിന്നെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് നമ്മുടെ കരിമണൽ ധാതുക്കൾ ഊറ്റിയെടുക്കാൻ വേണ്ട അവസരം ഒരുക്കി കൊടുക്കുകയാണ് VD സതീശൻ ചെയ്തിരിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് KC വേണുഗോപാൽ. അപ്പോൾ ഈ പിന്നെ മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചില പ്രശ്നങ്ങളിൽ, നമുക്കറിയാം നടന്ന പ്രശ്നങ്ങളിൽ KC വേണുഗോപാലിൻ്റെ ശത്രുസ്ഥാനീയനായി നിൽക്കുന്ന ഒരാൾ VD സതീശൻ തന്നെയാണ്. അപ്പോൾ ആ സതീശനെ അടിക്കാൻ കിട്ടുന്ന ദേശീയ നയത്തിനും ദേശീയ താല്പര്യത്തിനുമെതിരായി ഇവിടുത്തെ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തെ കോർപ്പറേറ്റുകൾക്ക് വിറ്റ VD സതീശൻ അപ്പോൾ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ശത്രുസ്ഥാനീയൻ തന്നെയാണ്. അതുകൊണ്ട് വടി വെട്ടി അടിച്ചിരിക്കും KC വേണുഗോപാൽ. അതിനുവേണ്ട നീക്കവും നടത്തിയിട്ടുണ്ട്. എത്ര കോടി ഇനിയിപ്പോൾ കർണാടകയിൽ നിന്ന് ഈ മദ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരുപക്ഷെ VD സതീശൻ കോടികൾ ഒഴുക്കിയിട്ടുണ്ടായിരിക്കാം, നമുക്കറിയില്ല, വ്യക്തമായ തെളിവുകളില്ല. അവിടെ ഈ ലോബിക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടായിരിക്കുമല്ലോ KC വേണുഗോപാൽ പറഞ്ഞത് ദേശീയ നയത്തിനെതിരാണ്, കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നയത്തിനെതിരായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ബഡ്ജറ്റിലൂടെ VD സതീശൻ എന്ന് പറയുന്ന നേതാവ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് തെറ്റായ പ്രവണത തന്നെ സൃഷ്ടിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. കേരളത്തിൽ മാറ്റമുണ്ടാകണം, ചിരിക്കുന്ന മുഖ്യമന്ത്രി വരണം, ആ മുഖ്യമന്ത്രിയുടെ ചിരി ഞങ്ങൾക്ക് കാണണം, ചിരിച്ചോണ്ടിരിക്കും, ആ ചിരി കണ്ടുകൊണ്ടും ഇരിക്കും. അല്ലാതെ അതിനപ്പുറത്ത് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്കറിയാം, 1 വർഷം കാത്തിരിക്കണം ഇനിയും ബഡ്ജറ്റ് റിവൈസ് ചെയ്യാൻ. റിവൈസ്ഡ് ബഡ്ജറ്റ് എന്നും പറയുന്നത് ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നമുക്കൊരു കുന്തവും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാത്തത്? നമ്മുടെ സ്കൂളുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി എന്താ ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ നമുക്ക് പുതിയ വനിതാ ശിശു ക്ഷേമ മന്ത്രി വന്നല്ലോ. എന്താണ് പേര്? നമ്മുടെ ബിന്ദു കൃഷ്ണ. ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ അംഗനവാടിയിലെ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പാലും മുട്ടയും ഇനി മുതൽ ഉണ്ടാകില്ല. വിതരണക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് തരാൻ സൗകര്യപ്പെട്ടില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? പല ഭാഗങ്ങളിലും ഇതിന് വിതരണം നടത്താൻ കഴിയുന്നില്ല, ചെലവ് കൂടുതൽ. അപ്പോൾ അങ്ങനെ കൂടിയ ചെലവിൽ ഞങ്ങൾക്ക് കൊണ്ട് ഇത് വിതരണം ചെയ്യാൻ കഴിയില്ല എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. നഷ്ടം, വാഹനം ഓടുന്നു. കാര്യം ഉൾപ്രദേശങ്ങളിലാണ് അംഗൻവാടികൾ വരിക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബിരിയാണി പ്രതീക്ഷിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇനി മുട്ടയും പാലും പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത്. നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ ഇത്? നമ്മൾ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ചർച്ചകൾ കണ്ടിരുന്നോ? ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നതാണ്. ഇവിടെ ശംഖു എന്ന് പറയുന്ന ഒരു കുഞ്ഞ്, അവന് ബിർണാണി വേണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ബിരിയാണി എത്തിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ആ വീണ ജോർജ് മാറി ബിന്ദുകൃഷ്ണ വന്നപ്പോൾ ബിന്ദുകൃഷ്ണ പറഞ്ഞു ഞങ്ങൾക്ക് ബിരിയാണി കൊടുക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർക്ക് വിതരണക്കാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ചെലവ് കൂടുതലാണ്, അവർ നിർത്താൻ പോകുന്നു. എവിടെയെങ്കിലും നമ്മൾ വാർത്ത കണ്ടോ? കുഞ്ഞുങ്ങൾക്ക് മുട്ടയും പാലും കൊടുക്കാൻ പോലും കഴിയുന്നില്ല നമ്മുടെ പുതിയ മന്ത്രിയെ കൊണ്ട്. ഇച്ഛാശക്തി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അമ്പയെ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇതിനകത്തിലെ വാസ്തവം. പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏതെല്ലാം വകുപ്പുകൾ. അപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും സ്വകാര്യവൽക്കരണത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. വൈദ്യുതി മേഖലയിൽ ഈ പറയുന്ന സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്ന 3400 കോടി രൂപയ്ക്ക് ടെൻഡർ വിളിക്കുന്ന നടപടി ഉൾപ്പെടെ ഇനി ടെക്നിക്കൽ ബിഡ് മാത്രം മതി.
അവിടം വരെ കാര്യങ്ങൾ എത്തിച്ചു. എത്ര സിമ്പിളാണ് കാര്യങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മുടെ സംസ്ഥാനത്തെ വിൽക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സംസ്ഥാനത്തെ ഈ പറയുന്ന സ്വകാര്യ വ്യക്തികളുടെ പിടിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ എത്രത്തോളം വലുതാണെന്ന് ആലോചിച്ചു. ഇത് ചെറുക്കപ്പെടേണ്ടതാണ്. ആ ചെറുക്കാൻ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാൾക്ക് ആർജവമുണ്ടെങ്കിൽ, ആ നേതാവിന് തൻ്റെ ഇടമുണ്ടെങ്കിൽ ചെറുത്ത് കാണിക്കുക. കാരണം നിങ്ങളാണ് AICC, നിങ്ങളാണ് ഹൈക്കമാൻഡ്. നിങ്ങൾക്ക് ഈ പറയുന്ന VD സതീശനെ നിലയ്ക്ക് നിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പ്രവർത്തിച്ച് കാണിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.